1978 ഭരതൻ സംവിധാനം ചെയ്ത് പത്മരാജൻ കഥയും തിരക്കഥയും എഴുതിയ ക്ലാസിക് ചിത്രമാണ് രതി നിർവേദം. രതി നിർവേദം ക്ലാസിക് ചിത്രമാണ് എന്നതിൽ ഉപരി ജയഭാരതി എന്ന നടിയെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആക്കിയ ചിത്രം കൂടിയാണ്. ജയഭാരതിയും കൃഷ്ണചന്ദ്രനുമായിരുന്നു ഈ ചിത്രത്തിലെ നായികന്മാർ. ഈ ചിത്രം നിർമ്മിച്ചത് ജയഭാരതിയുടെ അന്നത്തെ ഭർത്താവായ ഹരി പോത്തൻ ആയിരുന്നു. ഹരി പോത്തൻ ആയതുകൊണ്ട് തന്നെ ജയഭാരതി ഈ ചിത്രത്തിൽ കൈമൈ മറന്ന് സഹകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ചിത്രത്തിന് ഗാനങ്ങൾ ഒരുക്കിയത് കാവാലവും സംഗീതം ദേവരാജനുമായിരുന്നു. എല്ലാം കൊണ്ടും അടിമുടി ക്ലാസിക് ചിത്രം. തന്നേക്കാൾ പ്രായം കൂടിയ യുവതിയെ കൗമാരക്കാരനായ യുവാവ് പ്രണയിക്കുന്ന, അവളിൽ കാമോത്സവമാടുന്ന ചിത്രമാണ് രതി നിർവേദം. കൃഷ്ണചന്ദ്രൻ പുതുമുഖമാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ. ജയഭാരതി നല്ല പയറ്റിത്തെളിഞ്ഞ നടിയാണ്. പുനർജന്മം അടക്കമുള്ള ചിത്രങ്ങളിൽ നസീറിന് മുമ്പിൽ അർദ്ധനഗ്നയായി അഭിനയിച്ച് ജയഭാരതി ഞെട്ടിച്ചിട്ടുണ്ട് പ്രേക്ഷകരെ. രതി നിർവേദത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കൃഷ്ണചന്ദ്രനും ജയഭാരതിയും തമ്മിലുള്ള ഇഴുകിച്ചേർന്ന രംഗങ്ങളായിരുന്നു. ആദ്യത്തെ രംഗം ചിത്രീകരിച്ചത് തിരുതിരുമാരൻകാവിൽ ആദ്യ വസന്തം കൊടിയേറി എന്ന ഗാനത്തോടു കൂടിയാണ്. അതിൽ ജയഭാരതി മതാലസയായി നിൽക്കുന്നു. കൃഷ്ണചന്ദ്രൻ ജയഭാരതിയെ ഉണരുന്നു. ഈ മതാലസയായി ജയഭാരതി നിൽക്കുന്ന രംഗത്ത് ജയഭാരതിയുടെ നഗ്നത പരമാവധി ചൂഷണം ചെയ്യാൻ ഭരതനും പത്മരാജനും തീരുമാനിച്ചു. നേർത്ത നൈറ്റി അണിഞ്ഞ് ബ്രേസറും പാൻറ്റീസുമൊക്കെ കാണിച്ച് ജയഭാരതി നിൽക്കുന്ന രംഗം, ആ ജയഭാരതിയെ കൃഷ്ണചന്ദ്രൻ ഉണരുന്ന രംഗം. റോസ് നിറത്തിലുള്ള നൈറ്റിയാണ് ജയഭാരതി ധരിച്ചിരുന്നത്. റോസ് നിറത്തിലുള്ള നേർത്ത നൈറ്റിക്കുള്ളിൽ ജയഭാരതിയുടെ ബ്രേസറും പാൻറ്റീസും ഒക്കെ വ്യക്തമായി കാണാമായിരുന്നു. കൃഷ്ണചന്ദ്രൻ ആ രംഗത്തിൽ ജയഭാരതിയെ പുൽകാൻ തയ്യാറായില്ല. കാരണം കൃഷ്ണചന്ദ്രൻ കൗമാരക്കാരനാണ്, അദ്ദേഹത്തിന് നാണമുണ്ട്, ആദ്യമായി അഭിനയിക്കുന്ന സിനിമയാണ്. പക്ഷേ ജയഭാരതി അങ്ങോട്ട് കയറി കൃഷ്ണചന്ദ്രനെ അങ്ങ് ഉണർന്നു. അതോടെ കൃഷ്ണചന്ദ്രൻ്റെ നാണം അങ്ങ് മാറി. ചിത്രം പിന്നീട് അങ്ങോട്ട് ഇരുവരും ഇഴുകിച്ചേർന്ന രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായി. ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ ജയഭാരതിയും കൃഷ്ണചന്ദ്രനും രതിലീലയാടുന്ന രംഗമുണ്ട്. ആ രംഗത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ കൃഷ്ണചന്ദ്രന് നാണമൊക്കെ മാറിയിരുന്നു. പക്ഷെ അതിനുശേഷം കൃഷ്ണചന്ദ്രന് ഒരുപാട് പ്രശ്നമുണ്ടായി. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പോലും അദ്ദേഹത്തിനെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിവിശേഷം എത്തി. പക്ഷെ പിന്നീട് ആ വീട്ടുകാർ തന്നെ കൃഷ്ണചന്ദ്രനെ അംഗീകരിച്ചു. കാരണം രതി നിർവേദം എന്ന ചിത്രത്തിലൂടെയാണ് കൃഷ്ണചന്ദ്രനെ ഇപ്പോഴും മലയാളികൾ ഓർക്കുന്നത്. ജയഭാരതി അന്ന് കാണിച്ച ധൈര്യം, അത് ഹരിപ്പത്തൻ കൊടുത്ത ധൈര്യമായിരുന്നു. കാരണം ഒരു മലയാള നായികയും ഷീലയും KR വിജയും ശാരദയും ഒക്കെ നിറഞ്ഞു നിന്ന മലയാള സിനിമയിലാണ്, സീമ അടക്കമുള്ളവർ വന്നു കഴിഞ്ഞ മലയാള സിനിമയിലാണ് ഇത്തരമൊരു വേഷമണിഞ്ഞ് ജയഭാരതി പ്രത്യക്ഷപ്പെട്ടത്. അത് ജയഭാരതിയുടെ ധൈര്യമായിരുന്നു. മറ്റൊന്ന് ഹരിപ്പോത്തൻ ജയഭാരതിക്ക് കൊടുത്ത പിന്തുണയായിരുന്നു. ഹരിപ്പോത്തൻ്റെ സുപ്രിയ ഫിലിംസാണ് രതി നിർവേദം നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ജയഭാരതിക്ക് ഹരിപ്പോത്തനോട് കടപ്പാടുണ്ട്. ഈ രംഗത്തിൽ അഭിനയിക്കാൻ ജയഭാരതി ഒട്ടും മടി കാട്ടിയില്ല. അങ്ങനെ കൃഷ്ണചന്ദ്രനെ ആകർഷിക്കുകയായിരുന്നു ജയഭാരതി. ഇതിൽ ഭരതനും പത്മരാജനും കാണിച്ച ഒരു മനഃശാസ്ത്ര ടെക്നിക്കുണ്ട്. ആദ്യ രംഗം തന്നെ സെക്സിൻ്റെ ഒരു ഹൈലൈറ്റ് രംഗമായി ചിത്രീകരിക്കുക. അപ്പോൾ കൃഷ്ണചന്ദ്രൻ്റെ പ്രശ്നം തീരും. മറ്റ് രീതിയിലാണെങ്കിൽ കൃഷ്ണചന്ദ്രൻ സങ്കോചിതനാവുകയും സിനിമ മുന്നോട്ട് പോകാതിരിക്കുകയും ചെയ്യും. ആദ്യ രംഗം തന്നെ സെക്സിൻ്റെ ഏറ്റവും കൂടുതൽ കൃഷ്ണചന്ദ്രനെ ആകർഷിക്കുന്ന രീതിയിൽ ജയഭാരതി നേർത്ത നൈറ്റി അണിഞ്ഞ് അതിനുള്ളിൽ അടിവസ്ത്രങ്ങൾ കാണിച്ച് കൃഷ്ണചന്ദ്രനെ ആകർഷിക്കുക എന്നുള്ള രീതിയായിരുന്നു
ഭരതനും പത്മരാജനും അവലംബിച്ചത്. ബ്രില്യൻ്റായുള്ള ഒരു സംവിധായകനും തിരക്കഥാകൃത്തിനും മാത്രമേ ആ ഒരു രംഗം ആദ്യ ഷോട്ടിൽ എടുക്കാൻ പറ്റൂ. രഘുനിർവേദത്തിൻ്റെ ആദ്യ ഷോട്ട് ആ രംഗമായിരുന്നു. എന്തായാലും രഘുനിർവേദം മലയാളത്തിലെ എക്കാലത്തെയും വലിയ ക്ലാസിക് ചിത്രമായി മാറി. ജയഭാരതിയും കൃഷ്ണചന്ദ്രനും പപ്പുവും രതിയുമായി അഭിനയിച്ച രഘുനിർവേദം പിന്നീട് പലപ്പോഴായി ഉച്ചപ്പടങ്ങളായി പ്രദർശിപ്പിച്ചു. അപ്പോഴും 50 ദിവസം ഓടി എന്നുള്ളതാണ്. ആദ്യം 100 ദിവസം ഓടി. കുടുംബ പ്രേക്ഷകർ കയറി രഘുനിർവേദം കണ്ടു എന്നുള്ളതാണ് അന്നത്തെ പ്രത്യേകത. കാരണം ന്യൂജൻ സിനിമയോട് എക്കാലത്തും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. അന്ന് രഘുനിർവേദത്തെ വിജയിപ്പിച്ചതിൽ യുവാക്കൾ മാത്രമല്ല ഉണ്ടായിരുന്നു, കുടുംബ പ്രേക്ഷകരുണ്ടായിരുന്നു. പിൽക്കാലത്ത് പല തിയേറ്ററുകളിലും, കേരളത്തിലെ പല നഗരങ്ങളിലെ തിയേറ്ററുകളിലും ഉച്ചപ്പടമായി രഘുനിർവേദം ഓടി 50 ദിവസം പ്രദർശിപ്പിച്ചു. ഈ ഒരു രംഗം കാണാൻ വേണ്ടി തന്നെ ജയഭാരതി നേരത്തെ നീട്ടി അണിഞ്ഞ് അടിവസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന രംഗം കാണാൻ തന്നെ ഈ പ്രേക്ഷകർ ഇടിച്ചു കയറി. ആ രംഗം കണ്ട ശേഷം പ്രേക്ഷകർ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയും രഘുനിർവേദത്തിൻ്റെ റിലീസിങ്ങിൽ ഉണ്ടായി. രഘുനിർവേദം 2ാമത് റിമേക്ക് ചെയ്തു. ശ്വേതാമേനോനായിരുന്നു നായിക. ജയഭാരതിയുടെ ഏഴകലത്തെത്താൻ ശ്വേതാമേനോന് കഴിഞ്ഞില്ല. ടി.കെ. രാജീവ് കുമാറായിരുന്നു സംവിധായകൻ. ഭരതൻ്റെ ഏഴകലത്തെത്താൻ ടി.കെ. രാജീവ് കുമാറിന് കഴിഞ്ഞില്ല. ബിനു എബ്രഹാമായിരുന്നു പത്മരാജൻ്റെ കഥ വീണ്ടും റീമേക്കിനായി എഴുതിയത്. പത്മരാജൻ്റെ ഏഴകലത്തെത്താൻ ബിനു എബ്രഹാമിന് കഴിഞ്ഞില്ല. പത്മരാജനും ഭരതനും ഇന്നില്ല. ജയഭാരതിയും കൃഷ്ണചന്ദ്രനും ഇന്നുണ്ട്. കൃഷ്ണചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം രഘുനിർവേദത്തിൻ്റെ ഓർമ്മകൾ വളരെ മധുരകരമായ ഓർമ്മകളാണ്. കാരണം വീട്ടിൽ നിന്ന് പറയാതെയാണ് കൃഷ്ണചന്ദ്രൻ ആ പടത്തിൽ അഭിനയിക്കാൻ പോയത്. പിന്നീട് വീട്ടുകാർ അറിഞ്ഞപ്പോൾ കൃഷ്ണചന്ദ്രനെ ആഠ്യ കുടുംബത്തിലെ അംഗമായിരുന്നു, രാജകുടുംബത്തിലെ അംഗമായിരുന്നു കൃഷ്ണചന്ദ്രൻ. അപ്പോൾ കൃഷ്ണചന്ദ്രനോട് വലിയ എതിർപ്പ് വീട്ടുകാർക്കുണ്ടായി, സമൂഹത്തിനുണ്ടായി. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് കൃഷ്ണചന്ദ്രൻ രഘുനിർവേദത്തിൽ അഭിനയിച്ചു. എന്തായാലും ജയഭാരതിയുടെ ആ ഒരു ധൈര്യം, സൂപ്പർ നടിയാണ് അന്ന് ജയഭാരതി. ഇന്നത്തെ സൂപ്പർ നടിയെ പോലെ അന്ന് ഏറ്റവും മുൻപിലെയുള്ള നടിയാണ് ജയഭാരതി. എന്നിട്ട് പോലും ഇങ്ങനെ ഒരു വേഷം ധരിക്കാൻ ജയഭാരതി തയ്യാറായത് അവരുടെ ധൈര്യമാണ്. ആ ധൈര്യത്തിന് വേണം നമ്മൾ കൈയ്യടി കൊടുക്കാൻ. അതുകൊണ്ടാണ് മലയാള സിനിമയിലെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊരു നടി, മലയാള സിനിമയിൽ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊരു നടി ഉണ്ടെങ്കിൽ അത് ജയഭാരതിയാണെന്ന് സിനിമകളിലാണ് പറയുന്നത്.